പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊരു അത്ഭുത അൾത്താരയിലാണ് ഈ അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഈ അൾത്താരയുടെ മുമ്പിൽ വിശുദ്ധരായ മെത്രാന്മാരെ അടക്കിയിട്ടുള്ളതാണ്. മലബാറിൻ്റെ ഗ്രേറ്റ് മിഷണറിമാർ, അഭിവന്യ പൗലോസ് പെരേനി പിതാവ്, അഭിവന്യ ലയോനെ പ്രോസ്പെരിയോ പിതാവ്, അഭിവന്യ ആൽദോ മരിയ പത്രോണി പിതാവ്. ഈ അൾത്താര എന്ന് പറയുന്നത് 1498 മുതൽ വിശുദ്ധരായ അനേകം മിഷണറിമാർ ബലിയർപ്പിച്ചിട്ടുള്ള അൾത്താരയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ അനേകായിരം വിശുദ്ധരായ മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുള്ള അൾത്താരയാണിത്. ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്ന് അച്ഛന് ഉറപ്പാണ്. വളരെ തിരക്കോടുകൂടി ഓടി നടക്കുന്ന എന്നെപ്പോലൊരു വൈദികനെ എൻ്റെ മെത്രാൻ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിതാവിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അഭിനന്ദ പിതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിൽ കത്തി ജ്വലിക്കണം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് ഒരുപാട് മാതാപിതാക്കളും അവരുടെ മക്കൾ, പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2-ന് +1-ന് പഠിക്കുന്ന, മറ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് വരുന്നുണ്ട്. എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ അലസത, കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകുന്നു. അപ്പം ഞാൻ പരിശോധിക്കുമ്പോൾ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ, നല്ല അതിസാമർഥ്യമുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. കൊല്ലം വാടി കൺവെൻഷനിലും പൊടിമറ്റ കൺവെൻഷനിലും അനേകം മാതാപിതാക്കൾ വന്ന് പറഞ്ഞു, അച്ഛാ, അലസത എന്ന് പറയുന്ന ദുരാത്മാവ്, അശ്രദ്ധ എന്ന് പറയുന്ന ദുരാത്മാവ് ഈ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വരിക. പല കുടുംബങ്ങളും ഞാൻ ശ്രദ്ധിച്ചത് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാ. മാതാപിതാക്കളുടെ അവർ നല്ല കത്തോലിക്ക വിശ്വാസം നയിക്കുന്നവരാ. ഇപ്പം സാത്താൻ അറിയാം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. ഇപ്പം സാത്താൻ എന്ത് ഇവരെ നിരാശപ്പെടുത്തണം, ഇവരെ ആകുലപ്പെടുത്തണം, ഇവരെ അസ്വസ്ഥതപ്പെടുത്തണം, എന്നിട്ട് ഇവരെ തകർക്കണം. അതിനുള്ള സാത്താൻ്റെ ഏറ്റവും വലിയ കുതന്ത്രമാണ് മക്കളെ ആക്രമിക്കുക. മക്കളെ ആക്രമിക്കുക, പെട്ടെന്ന് കഞ്ചാവിന് ലഹരിക്കൊക്കെ അടിമപ്പെടുത്തുക, പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകൾ പെട്ടെന്ന് പഠനം നിർത്തുക, വീട്ടിൽ അടങ്ങി ഒതുങ്ങി സന്ധ്യക്കൊക്കെ പ്രാർത്ഥിച്ചിരുന്നവർ പെട്ടെന്ന് സന്ധ്യക്ക് പുറത്തു പോവുക, അനുസരണക്കേട് കാണിക്കുക, പിന്നെ കഞ്ചാവ്, ലഹരി. ഇപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മെയിനായിട്ട് ഈ അലസതയുടെയും അശ്രദ്ധയുടെ ദുരാത്മാവ്, സുബോധമില്ലായ്മയുടെ ദുരാത്മാവ്. ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. അവർക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, മൊബൈൽ ഫോണിൽ, കമ്പ്യൂട്ടറിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ബഹുമിടുക്കന്മാർ, പക്ഷെ ജീവിക്കാൻ അറിയില്ല, രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വരുന്നില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, രക്ഷപ്പെടണം, പഠിക്കണം, വലിയ നിലയിലെത്തണം, ഇതവർക്ക് പറ്റുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ആ മേഖലയിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന്, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ ബന്ധിച്ചിരിക്കുന്ന, അവരുടെ പഠനത്തെ ബന്ധിക്കുന്ന, അവരുടെ ജീവിതത്തെ ബന്ധിക്കുന്ന, അവരുടെ ചിന്തകളെ ബന്ധിക്കുന്ന, അവരുടെ തുറവികളെ ബന്ധിക്കുന്ന, അവരുടെ എളിമകളെ ബന്ധിക്കുന്ന, അവരുടെ സൗമ്യതയെ ബന്ധിക്കുന്ന, അവരെ കോപാകുലരും അശ്രദ്ധരും ധാർഷ്ട്യമുള്ളവരും അഹങ്കാരികളുമാക്കി തീർത്ത് ഇത് ലക്ഷ്യം വെക്കുന്ന കുടുംബത്തെ തകർക്കാനാണ്. ആ സാത്താനെയാണ് ഇന്ന് ബന്ധിക്കേണ്ടത്. ആ ഇരുട്ടിനെ, ആ നിരാശയെ, ആ അലസതയുടെ ദുരാത്മാവിനെ, ആ അശ്രദ്ധയുടെ ദുരാത്മാവിനെ, ആ സുബോധമില്ലായ്മയുടെ ദുരാത്മാവിനെ. പലർക്കും ബോധമില്ലാത്ത അവസ്ഥ കർത്താവ് കാണിച്ചു തരിക. ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, നന്നായിട്ട് വർത്തമാനം പറയും, പക്ഷെ പ്രായോഗിക തലത്തിൽ പൊട്ടൻ. എനിക്കറിയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ ബിസിനസ് തകർത്തത് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ ആശ്രയിച്ച്.
കുഞ്ഞിൻ്റെ വാക്കുകളിൽ ശ്രദ്ധ കൊടുത്തു. അപ്പം അതുകൊണ്ട് കുഞ്ഞെടുത്തു. പക്ഷെ കുഞ്ഞിന് പ്രായോഗിക ജ്ഞാനമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് മാതാപിതാക്കളുടെ പ്രായോഗിക ജ്ഞാനത്തെ വരെ നിയന്ത്രിക്കത്തക്ക തരത്തിൽ പിശാച് മക്കൾ ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ പലർക്കും പേടിയാണ്. കാരണം ഒരു മകനും ഒരു മകളൊക്കെ ഉള്ളൂ പലയിടത്തും. അത് തന്നെ വലിയ പിശാച് ബാധയാണ്. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി വന്ന ദുരാത്മാവാണ്. എന്നെ കേൾക്കുന്ന യുവദമ്പതികളെ, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ച് കളഞ്ഞത് ഒരു പൈശാചിക പീഡയാണെന്ന് തിരിച്ചറിയണം. പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു ദുഷ്ടശക്തി വന്ന് ആരടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാനായിട്ട് മക്കളുണ്ടായിരുന്നു. ഇന്ന് പലരും ബലഹീന ഉള്ള മക്കൾ പോലും അവർ കുടുംബസ്നേഹം കുറഞ്ഞു വരുന്നു, പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു വരുന്നു, വിശ്വാസ ജീവിതം കുറഞ്ഞു വരുന്നു. ഇത് സാത്താൻ്റെ വലിയൊരു തട്ടിപ്പാണ്. ഇതിൽ നമ്മൾ പെട്ടിരിക്കുക. അപ്പം ഇന്ന് ആ മേഖലകളിൽ ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. എൻ്റെ മകനെ രക്ഷിക്കണമേ, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, മൊബൈൽ ഫോണിന് അടിമയാണ്. കുഞ്ഞുങ്ങൾ ലഹരി പോലെ തന്നെ മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടിരിക്കുക, സോഷ്യൽ മീഡിയക്ക് അടിമപ്പെട്ടിരിക്കുക. അവരെ നിയന്ത്രിക്കാനാവാതെ അധ്യാപകരും മാതാപിതാക്കളും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആഞ്ഞടിച്ചിരിക്കുന്ന പൈശാചിക ശക്തി, ദുരാത്മാവ് വിട്ടുമാറട്ടെ യേശു നാമത്തിൽ. ചെറിയ കുഞ്ഞുങ്ങളെ പോലും പിടികൂടിയിരിക്കുക ദുരാത്മാക്കൾ. ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ മാതാപിതാക്കൾ കഷ്ടപ്പെടുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിലുള്ള ഞെട്ടൽ, ദുസ്വപ്നങ്ങൾ, അതുപോലെ തന്നെ അകാരണ ഭയങ്ങൾ. പല കുഞ്ഞുങ്ങളും മാനസിക രോഗത്തിലേക്ക് വീണു പോകുന്നു. ആ മേഖലകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ശക്തി കടന്നു വരട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 1-2 വചനങ്ങളാണ്. അത് ആ വചനഭാഗങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത. 1, ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ. എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ ചില ഭാര്യമാരവരെ ഭർത്താവ് പണിക്ക് പോകുന്നില്ല, സുഖിമാനായിട്ട്, അത് പിശാചുബാധയാണ്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആരോഗ്യ പ്രശ്നമുള്ള കേസുകളിലല്ല ഞാൻ പറയണേ. നേരെ മറിച്ച് ആശുപത്രി പോയിട്ട് കാണിക്കുമ്പോൾ അവിടെ രോഗമില്ല, പക്ഷെ പല വിധത്തിലുള്ള രോഗ പീഡകൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന അങ്ങനെയുള്ള പിശാച് പീഡകളുണ്ട്. അപ്പം നോക്കിക്കേ, ഇത് ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ, അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് പഠിക്കാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ടെടുക്കുക, മറ്റു നമ്മുടെ കസിൻസിൻ്റെയൊക്കെ മക്കളൊക്കെ പഠിച്ചു കയറുമ്പോൾ ഇതൊരു സങ്കടമാണ്. അവരൊക്കെ വലിയ നിലയിൽ എത്തുന്ന കാണുമ്പോൾ അതൊരു അസൂയല്ല, നേരെ മറിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ആ അവസ്ഥ മൂലം ഉള്ള വിഷമം. എത്ര കുടുംബങ്ങളാണ്. വീണ്ടും പറയാം, വചനം കേട്ടെ, അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കുനയിലെ ചേറിന് തുല്യം, അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. യേശുവേ, ഇന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ ജീവിത പങ്കാളികളിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ അലസതയുടെ ദുരാത്മാവ്, ഈ അശ്രദ്ധയുടെ ദുരാത്മാവ്, ഈ ജ്ഞാനമില്ലാതെ ബന്ധിക്കുന്ന ദുരാത്മാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. അന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ 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 സ്തുതിച്ച് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. സുബോധം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മതിന്മകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തുതിച്ചോ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ ശുദ്ധീകരിക്കാൻ, മോചിപ്പിക്കാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ജലത്തിൻ്റെ മേലുള്ള അശുദ്ധത തീർക്കാനായി ഇടപെട്ട കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അശുദ്ധതകൾ മാറിപ്പോകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ആശീർവദിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ.
ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ആത്മാവിനും ശരീരത്തിനും അവരുടെ ബുദ്ധിക്കും തടസ്സമാകുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനയുടെ കൂത്താട്ടങ്ങളും ദുഷ്ടശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവിധ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും സർപ്പദോഷങ്ങളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും കൈവശ ശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ആ ഭയപ്പാടുകൾ നിർവീര്യമായി പോകട്ടെ. ആ അസ്വസ്ഥതകൾ നിർവീര്യമായി പോകട്ടെ. ഒന്ന് വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ കോഴിക്കോട് ടൗണിൽ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയാണ്. ഇത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന് അടുത്തുള്ള പള്ളിയാണ്. ഇത് ജില്ലാ കോടതിക്ക് അടുത്തുള്ള പള്ളിയാണ്. ഇത് ദേശാഭിമാനി പ്രസ്സിന് അടുത്തുള്ള പള്ളിയാണ്. ഇത് സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂളിന് അടുത്തുള്ള പള്ളിയാണ്. ഇത് സെൻറ്റ് ആൻ്റണീസ് LP UP സ്കൂളിന് അടുത്തുള്ള പള്ളിയാണ്. പ്രിയപ്പെട്ട മക്കളെ, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തൊട്ടടുത്താണ്. അച്ഛൻ ജനുവരി 13 മുതൽ ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുക. 13-ാം തീയതി അന്തോനിസ്നാളിൻ്റെ, ജൂൺ മാസത്തെ നമുക്കറിയാം അന്തോനിസ്നാളിൻ്റെ പെരുന്നാൾ 13-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ജനുവരി 13. ഇവിടെ അന്തോനിസ്നാളിൻ്റെ നൊവേന ഉള്ളൊരു പള്ളിയാണ്. അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് അച്ഛൻ്റെ ശുശ്രൂഷ, അച്ഛൻ്റെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ രാത്രി 8:30 മണിക്ക്. നിങ്ങൾക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ ഈ വിശുദ്ധരായ മെത്രാന്മാരിൽ ആരോ ഒരാൾ കൊണ്ടുവന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള ആ തിരുശേഷിപ്പ്, ഒറിജിനൽ തിരുശേഷിപ്പ്, അതൊക്കെ അന്തോനീസിനാൻ്റെ തിരുശേഷിപ്പ് നിങ്ങൾക്ക് വണങ്ങാനും പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. എല്ലാവരും രാത്രിയാണെങ്കിൽ എല്ലാവർക്കും നേർച്ചക്കഞ്ഞി നൽകിയിട്ട് വേണം വിടാനെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.